എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് നല്ല ഇരുട്ടത്തതേ ക്രിസ്മസ് കൂട് കണ്ടാ. അപ്പോൾ ഇത് ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാ. ഒന്ന് നമുക്ക് പോയി നോക്കിയാലോ. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ. കണ്ടാ, അപ്പൊ ക്രിസ്മസ് ട്രീ ഒന്ന് നോക്കി നോക്കിയാലോ നമുക്ക്. അപ്പോൾ വേറെ ഒരു ഐഡിയ, എന്താ പറയുക, ഒരു കുസൃതിപ്പണി ഇവലാണ് കേട്ടോ ചെയ്യുന്നത്. എളുപ്പപ്പണി എന്നൊക്കെ പറയില്ലേ, അതുമ്പോഴാണ് ചെയ്യണത്. നോക്കാം നമുക്ക്. എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇവിടെ ക്രിസ്മസ് ട്രീയുടെ വടി എന്ന് പറയുന്നത്. നമ്മൾ ഇതാക്കാമെന്ന് വിചാരിച്ച് നോക്കണത്. ഞാൻ പറഞ്ഞില്ലേ അതിന് തന്നെ എളുപ്പപ്പണിയാന്ന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വട്ടം ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ടിത് നമുക്കൊന്ന് ഇവിടെ നിന്ന് ഒരു മുറിച്ചിട്ട് ഇങ്ങനെ എൻ്റെ ഉള്ളിൽ കൂടെ വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഞാൻ. അപ്പോൾ അത് അച്ഛനെ കൊണ്ട് മുറിപ്പിക്കാം. മുറിച്ചെന്ന ചേട്ടാ അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്നു. അച്ഛനപ്പോൾ അവിടെ മുറിക്കുന്ന പ്രയത്നത്തിലാണ് കേട്ടാ. ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ടാട്ടാ മുറിക്കണത്. മുറിച്ച് കിട്ടാന്നുള്ളത് മാത്രമാണ് ഇത്തിരി പാട്. പിന്നെയും പാടാട്ടാ. എനിക്കൊന്നും അറിയൊന്നുമില്ല ശരിക്ക് ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊന്നും. ഞാൻ പിന്നെ മുറിയുണ്ട വലിയ കത്തി എടുക്കാറുണ്ട്. അപ്പോഴേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടത്തലാണ് നമ്മുടെ ടാസ്ക് ആടുന്നത്. പക്ഷെ അത് വെട്ടി മുറിക്കുക അത്ര എളുപ്പമല്ല ആടുന്നത് കേട്ടാ. ഇതിൻ്റെ ഈ കമ്പി ഭയങ്കര ഒരു കമ്പി ഉണ്ട് ഇതുമ്മ. അപ്പോൾ അത് ഇങ്ങനെ ഇട്ടു നമ്മൾ. ഇട്ട് കഴിഞ്ഞിട്ടേ അതിൻ്റെ അടിയിൽ കുറച്ച് ആണികൾ അടിക്കണം നമുക്ക്. അപ്പം അച്ഛനെ അതിന് ചുറ്റും ആണി അടിച്ചുവിടുക ചേട്ടാ. അതിൻ്റെ ചുറ്റും ദേ ആണികൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. കണ്ട, ചുറ്റിലും ആണികളുണ്ട് കേട്ടാ. കണ്ട, അങ്ങനെ ആണികൾ അടിച്ചെടുത്തു. അപ്പോഴേ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങാൻ പാടില്ല. അപ്പോൾ ഒരു ഇതിൽ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുകയാണ് അച്ചേട്ടാ. മതി. അപ്പം നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു സിൽക്ക് ഒരു അരങ്ങ് പോലത്തെ സാധനമേ അത് അവിടെ ഞാൻ ചിറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ നമ്മളൊരു കയറ് കെട്ടാണ്. ആ കയറിൻ്റെ ഉള്ളിൽ കൂടെ വേണ്ട ഇത്തിരി ലൂസായിട്ട് കെട്ടിട്ടാ ചേട്ടാ. അല്ലെങ്കിൽ കണ്ടമാനം ലൂസ് വേണ്ട, അപ്പം ഇങ്ങോട്ട് ഇഴുകി വീഴും. മൊത്തത്തിൽ ഇതേ കണ്ട ഇങ്ങനെ കയറ് ചിറ്റി കൊടുത്തു. കണ്ട, കയറ് ചുറ്റി കൊടുത്തു. ഇങ്ങനെ ഈ പച്ച ഇങ്ങനെ നമ്മൾ വെച്ച് കൊണ്ടുവരാൻ പോവാണ്. പച്ച തന്നെ തികയൊന്നുമില്ല കേട്ടാ. അപ്പോൾ നമ്മൾക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇടയിൽ വേറെയൊക്കെ വെക്കാം. അതുകൊണ്ട് പച്ച തന്നെ നമുക്ക് ശരിയാവില്ല. അത് വയ്ക്കും. മറ്റേതെടുത്താൽ മതി. വേറെ ഇൻസുലേഷൻ ഇല്ലേ അവിടെ നിന്ന് പിടിക്കുക ചേട്ടാ. ഇതും ഈ പച്ച കടലാസ് വേണമെങ്കിൽ പൊതിയനെ ഇതല്ലെങ്കിൽ ഫുള്ളായിട്ട് ഇത് വെച്ച് ഇങ്ങനെ അടച്ചാൽ മതിയില്ലേ. അടിയിൽ നിന്ന് കൊണ്ടോ അങ്ങോട്ടെടുക്ക്. അതങ്ങനെ അത് പിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കമ്പി പോലത്തെ സാധനമാണ്. എന്താ ഇരിക്കും. ഇടയിൽ നമുക്കിതൊക്കെ വെക്കാം ചേട്ടാ. അല്ലെങ്കിൽ തികയില്ല. ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞാൽ അത് പച്ച മാത്രം. ഇപ്പോൾ പല കളറിലൊക്കെയല്ല വരുന്നത്. അത് കാരണം പിന്നെ കുഴപ്പമില്ല. ഇത്തിരി കൂടെ അങ്ങോട്ട് നിൽക്കും. ഇത്തിരി കൂടി ടൈറ്റിലാക്കി ഇത്തിരി കൂടി ഒരു ലേശം കൂടെ അങ്ങോട്ട് വന്നാൽ അത് ഇടയിൽ പച്ച ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ.
വേഗം കഴിയാൻ ഇഷ്ടമുള്ളവരും പിന്നെ ഇതിനോട് ആഗ്രഹമുള്ളവർക്കൊക്കെ ഞാൻ പിന്നെ കാശും കുറവല്ലേ, 7,000 10,000 ഒക്കെ കൊടുത്ത് മേടിച്ച് നമുക്ക് ട്രീൻ്റെ ആക്കാനായിട്ട് ബുദ്ധിമുട്ടല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെയൊന്ന് ചെയ്താൽ നമ്മുടെ ആഗ്രഹം ഒന്ന് നടക്കും ചെയ്യും. ബാക്കി നമ്മുടെ അലങ്കാരങ്ങൾ നമുക്ക് ഇങ്ങനെ ഇതുമൊക്കെ ആക്കിയിടാട്ടോ. ഒരു നക്ഷത്രം ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. തോരണങ്ങൾ കുറച്ച് കെട്ടിയില്ല ചേട്ടാ, കണ്ട ഇങ്ങനെയാക്കിയിട്ട നമ്മൾ. ഇനി എവിടെ നക്ഷത്രം തുമ്മ 2 അല്ലേ, ഈ നക്ഷത്രത്തുമ്മ 2 ഇടാൻ അച്ഛൻ പറയുന്നേ. ആ 2 ക്രിസ്മസ് അപ്പൂപ്പിനെ അച്ഛൻ അവിടെ ഇട്ടു. ഇതിങ്ങനെ നിൽക്കണം ചേട്ടാ, അതിങ്ങനെ തിരുമുടി ഇതിൻ്റെ കൂടെ ഈ തടയ അതാ കുഴപ്പം. ലൈറ്റ് ഇടാൻ ചേട്ടാ, നമുക്ക് ലൈറ്റോളം ഇങ്ങനെ ലൈറ്റ് ഇടുമ്പോൾ ഇങ്ങനെ വട്ടം വട്ടം കൊണ്ടുവരാം. ആ അത് മതി മതി മതി. ആ റെഡി, നല്ല ഭംഗിയായിട്ട് ചേട്ടാ. സൂചി എവിടെ, സൂചി പിന്നോ? അപ്പോൾ അടുത്ത പരിപാടി നമ്മുടെ കൂടിനെ നമുക്ക് ശരിയാക്കണ്ടേ. കുറച്ച് നാളത്തെ കൂടാട്ടാ. ഇത്തിരി പഴക്കമുണ്ട്. ഇത്തിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 കൊല്ലത്തെ പഴക്കമുണ്ടാവില്ല ചേട്ടാ. പാർട്സൊക്കെ വീണു തുടങ്ങി. അപ്പം ഞാനത് സൂക്ഷിച്ച് അങ്ങനെ എടുത്തുകൊണ്ടെന്ന് വയ്ക്കും. ഒരു പണി ഉണ്ടാവില്ല ചേട്ടാ, അതിങ്ങനെ വെക്കുക വേണ്ടു. കണ്ടാ ഒക്കെ ഇതായിട്ടിരിക്കുന്നതാ. അതിനാ അഴിക്കേണ്ടി വരില്ല. അതങ്ങനെ ഒന്ന് കെട്ടിയൊന്നും വെച്ചിട്ടുണ്ടാവില്ല. അതിവിടെ എവിടെയെങ്കിലും പിടിച്ചിരിക്കുന്നതാവും ചിലപ്പോൾ. കെട്ടിണ്ടാ ചേട്ടനാണോ അയച്ചു വെച്ചേ? പിന്നെ എങ്ങനെയാ കെട്ടാനൊന്നും വഴിയില്ലല്ലോ. അതതിൻ്റെ ഏതെങ്കിലും കെട്ടായിരിക്കും. ആ ഒതുങ്ങിയിരിക്കാൻ വേണ്ടി. അതിൻ്റെ ഏത് പാർട്സാണോ വിട്ടേ? ഇതിൻ്റെയാണ് തൂണ്ട് ചേട്ടാ, എടാ അല്ലേ? അവിടെ നിന്നല്ല, ഇങ്ങനെ അങ്ങനെയാവും.
നമുക്ക് ഭയങ്കര ഒരു ഐഡിയ ഉണ്ടാവില്ല ചേട്ടാ. അത് എവിടെ ഇത് ഇതാട്ടാ ചേട്ടാ കവാടം. അത് ഇവിടുന്ന് ചേട്ടാ. അതെ ഇതാ വിട്ട കെട്ടിയാൽ മതി. ഇവിടെ അവിടെ കെട്ടിയാ കെട്ടുമ്പോൾ ഇത്തിരി മുറുക്കി കെട്ടിയാലേ. അതവിടെ വിട്ടാ. എവിടെ നിന്ന് വിട്ടേ? ഇവിടെ ആണി തുരുമ്പ് പിടിച്ചു വിട്ടാ. പക്ഷേ അതിൻ്റെ ഈറ്റ മറ്റേ ഇതിന് കുഴപ്പം വന്നിട്ടില്ല അല്ലേ ചേട്ടാ? മുളയ്ക്ക്. പക്ഷെ മുള നമുക്ക് കുത്താറാണ് പതിവ്. അയ്യോ അതവിടെ പിടിച്ചപ്പോൾ വിട്ടതാ. ചെറുതല്ല, കമ്പിത്തിരി വലുതായി. അതാ ഈ നമ്മുടെ പാലിയേക്കര ടോളില്ലേ അവിടുത്തെ പണിയിട്ടപ്പോൾ അച്ഛനും ഞാനും പണിയിന്. അവിടെ പാവങ്ങളുടെ വയറ്റത്തടിച്ചു. അങ്ങനെ ഒരു ക്രിസ്മസ് കൂട് നമ്മൾ മേടിക്കാതെയായി. നമ്മൾ നമ്മുടെ പഴയ തന്നെ വെച്ച് ഒപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഇത് കിട്ടിയിട്ട് നമുക്ക് നമ്മുടെ കൂടിനെ നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. ഷേപ്പാക്കി നമ്മൾ എടുത്തുവിട്ട്. അത് ഷേപ്പ് എന്ന് പറഞ്ഞാൽ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പം അത്ര തന്നെ. ഇനി ഉള്ളിൽ നമുക്ക് കുറച്ച് വൈക്കോല് വെക്കണം. എന്ത് തെറ്റിയിരിക്കണ്ട കെട്ടണ്ട ചേട്ടാ. അവിടെയൊക്കെ കരടായി. അതൊന്ന് പൊടിയൊക്കെ ഒന്ന് അടിച്ച് കളയണം. അപ്പോൾ പുല്ലെന്ന് പറയാൻ നമ്മളൊക്കെ ഇത്തിരി കൂടി വലിച്ചു വയ്ക്കും ഫ്രണ്ട്. ഏതിൻ്റെ അപ്പോൾ നിങ്ങളിത് ഇങ്ങനെ ആക്കിയെടുത്തു കേട്ടാ. ഇനി കുറച്ച് ചെടികളൊക്കെ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്താലോ? ചെടി നമുക്ക് വേണ്ടതുണ്ടല്ലോ. ചെടികൾ വലിയ വലിയ ചെടികൾ എടുക്കുക ചേട്ടാ. ഏതാ ഏത്? ഈ പച്ചയാ? അത് വേണ്ട. ഈ പച്ചെടുത്തങ്ങ നല്ലതായിരുന്നു. നല്ല കനുണ്ടാവും കേട്ടോ. അത് മൺചട്ടിയാ. പൊന്തു ഞാനും കൂടി പിടിക്കുന്ന. ഇവിടെ കെട്ടിയില്ല. ഇവിടെ വെച്ചോ. എന്തിട്ട ഭംഗി അത് വന്നപ്പോൾ. അതെടുത്ത് നീക്കി വെക്കുക ചേട്ടാ. അത് ഇത്തിരി കൂടി അവിടെ നീക്കി വെച്ചിട്ടേ അത് വെക്കി. അപ്പേ നമുക്ക് ആട്ടിടയന്മാരെയൊക്കെ ഒന്ന് വെച്ച് കൊടുത്താലോ? യേശുവിന് നമുക്ക് ഏറ്റവും അവസാനം ക്രിസ്തുമസിൻ്റെ അന്നാ ഞാൻ വെക്കുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം വെക്കാം. നമുക്ക് എവിടെ വെക്കണ്ടേന്നൊന്നും ശരിക്കും എനിക്കറിയില്ല കേട്ടോ. റോസിലേച്ചി വരികയാണെങ്കിൽ പറഞ്ഞു തരും അതൊക്കെ. ഇനി നമുക്ക് നമ്മുടെ ലൈറ്റ് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ലൈറ്റ് വരുമ്പോഴല്ലേ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ലൈറ്റ് വരട്ടെ.
അപ്പം ഇവിടെ ലൈറ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്താലോ നമുക്ക്? കഴിഞ്ഞ വർഷത്തെയാണ്, പക്ഷെ ഒക്കെ കത്തുണ്ടല്ലേ ചേട്ടാ, ഒന്നും കേടുവന്നിട്ടില്ല ചേട്ടാ. സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞ് അങ്ങോട്ട് ഇട്ടെറിഞ്ഞൊന്നും പോവില്ല നമ്മൾ. അത് ഊരി നമ്മൾ സൂക്ഷിച്ചെടുത്ത് വയ്ക്കും. എപ്പോഴെപ്പോഴും മേടിക്കാൻ കാശ് ചിലവാക്കാൻ നല്ല വിലയല്ലേ ഇതിനൊക്കെ. അപ്പോൾ നമ്മളതൊക്കെ നന്നായി ശ്രദ്ധിക്കാറുണ്ട്. ഇതൊക്കെ അച്ഛൻ്റെ പണിയാട്ടാ. ഇതൊക്കെ സൂക്ഷിച്ച് എടുത്ത് വയ്ക്കില്ല. മോളുടെ അടുത്ത് ചെല്ലുമ്പോഴായാലും അച്ഛൻ കുറേ അങ്ങനെയൊക്കെ. ഇതവിടെ പിടിച്ച ചേട്ടാ. അല്ല, ഓഫ് ചെയ്താ ചേട്ടാ അത്? അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്താ? ഇതും ഇവിടെ ട്രീമ നമുക്ക് ചിറ്റിയല്ല ചേട്ടാ. ഏയ് ചേട്ടാ അങ്ങനെ ചുരുട്ടിയിട്ടതായോ? തന്നു ചേട്ടൻ മറ്റേത് ഇട്ടോ, ഞാട്ടോളാം. ഇതെൻ്റെ ഇഷ്ടത്തിന് ഞാടും. എങ്ങനെ ഇട്ടാലും പിന്നെ അത് കത്തുമ്പോൾ ഒരു ഭയങ്കര ഭംഗിയല്ലേ. ഇതടുത്തോ നോക്കേട്ടാ. അതിൽ അതാ ഇതുമ്മ കൂടെ അങ്ങോട്ട് കൊടുക്കാം. മനസ്സല്ലേ കണ്ണാ കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കുത്തി ആവളം. ഇനിയാ പിന്നെന്താ, പോരണല്ലോ, അവിടെ എത്താണ്ട് ശരിയാവില്ലല്ലോ കാര്യം. എത്തോ? അടുത്ത ലൈറ്റ് അച്ഛൻ അവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങും കൂരിരുട്ട് വരുന്നു. അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട്. ഓണാക്കൂ. ഇതാണ് നമ്മളുടെ ഈ നേരം വരെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമല്ല ചേട്ടാ. അത് കത്തി കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടാ. ക്രിസ്മസ് കൂട് കാണല്ലേ? കണ്ട് ക്രിസ്മസ് കൂടിൻ്റെ ഉള്ളിൽ ഒരു വെള്ള ബൾബ് ഇട്ടുണ്ട് ചേട്ടാ. കൂടുമൂടെ അച്ഛൻ്റെ വക വെള്ള നക്ഷത്രം കൂടി അച്ഛൻ്റെ അവിടെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടാ.
എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയട്ടാ. അല്ല ചേട്ടന് ഇഷ്ടപ്പെട്ടാ? ചേട്ടന് ഉള്ളതുകൊണ്ട് ഓണം പോലെ, ഉള്ളതുകൊണ്ട് ഓണം പോലെയാണ് അച്ഛന്. അപ്പോഴേ ഇന്നലെ നമ്മുടെ ക്രിസ്മസ് കൂടിൻ്റെയും ട്രീയുടെയും ഒക്കെ പണി കഴിഞ്ഞപ്പോൾ കുറേ നേരം വൈകി. അപ്പോൾ ഞാൻ പിന്നെ ഇന്നലെ വട്ടയപ്പവും ചിക്കനും കൂടി ഉണ്ടാക്കിയാലല്ലേ ക്രിസ്മസിന് പൂർണ്ണമായിട്ടും കഴിയുള്ളൂ. അപ്പോൾ ഞാൻ വട്ടയപ്പം ഉണ്ടാക്കാം. വറുത്ത പൊടി കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ തന്നെ വറുത്ത് വെച്ച പൊടിയാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ അടപ്പനിലൊരു അടപ്പൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ, വീർത്ത് വരണ്ട അത്. ഇതിലാവുമ്പോൾ കിടന്നിങ്ങനെ അലിഞ്ഞോളും. പണ്ട് വെള്ളയപ്പം ഉണ്ടാക്കാനൊക്കെ നമ്മളിങ്ങനെയാണ് ചെയ്യുക, കുറുക്കിൽ തന്നെ ഇതാക്കി. വെള്ളയപ്പ കച്ചവടമായിരുന്നു ഞങ്ങൾക്ക് പണ്ടേ, അപ്പോൾ കുറേ വേണം. ഞാൻ അവിടെ വന്നിട്ട് കുറേ വെള്ളയപ്പ കച്ചവടം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാറ്ററിങ്ങുകാർക്കൊക്കെ കുറേ ഉണ്ടാക്കി വിറ്റിട്ടുണ്ട്. ഒരുപാട് മേഖലകളിലൂടെ സഞ്ചരിച്ചു ഞാൻ. കുറേ ആട് വളർത്തൽ, കുറേ കോഴി വളർത്തൽ, കുറേ പശു വളർത്തൽ, കുറേ എന്താ പറയുക ബൊമ്മപ്പടിക്ക് പോവൽ, കുറേ അങ്ങനെ എപ്പോഴും വെറുതെ ഇരുന്നിട്ടില്ല. ഇപ്പോൾ എവിടേക്കായിപ്പോൾ KMB നമ്മുടെ ഒരു ചെറിയൊരു ഇതും കൂടി ഇങ്ങനെ വന്നപ്പോൾ ഭാഗം ആണല്ലോ മോളുടെ ഹസ്ബൻഡ് എന്നുള്ള നിലയിൽ അവിടേക്ക് ഇപ്പോൾ പോണ്. അപ്പോൾ പിന്നെ വേറെ എവിടേക്കും തിരിഞ്ഞ് നോക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ പറയാം, ഞങ്ങളുടെ കട എന്ന് ഞാൻ അങ്ങനെ പറയും. അത് നമുക്കൊരു ആത്മവിശ്വാസമല്ലേ അങ്ങനെ പറയുമ്പോൾ. വറുത്തെടുത്ത പൊടിയാണ്. അപ്പോൾ ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട് ഞാൻ. അത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് തന്നെ അരക്കേ പാല് പിഴിയേ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായി ഒന്ന് അരച്ച് ചേർക്കാമെന്നാണ് വിചാരിക്കുന്നത്. അരച്ച് ചേർക്കുമ്പോൾ സാധനത്തിൻ്റെ അളവ് ഇത്തിരി കൂടും. അപ്പോൾ പാല് പിഴിഞ്ഞാലും മതി, ഇത്രയ്ക്ക് പാലെടുത്താലും മതി. ഞാൻ പാലെടുക്കാം, അരക്കിനില്ല. അരച്ചാലേ വട്ടയപ്പത്തിൻ്റെ എണ്ണം ഇത്തിരി അധികമാവും, നമുക്ക് അത്രയ്ക്ക് വേണ്ട. അരച്ച് ചേർക്കണോണ്ട് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ വരാക്കരപ്പൂരത്തിനൊക്കെ കുറേ ഉണ്ടാക്കുമ്പോഴായാലും നാളികേരം അരച്ച് ചേർക്കൽ തന്നെയാണ് പതിവ്. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ അടിച്ചു കൊണ്ടുവന്നു കേട്ടോ. അതേ ഒരു പാത്രമാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പൊടിയിലിട്ട് കൊടുക്കാം. സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പൊടിയിലിട്ട് കൊടുക്കാം. പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. മധുരം അനുസരിച്ച് നമുക്ക് ഇടാം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ദേ ചൂടാറി വരുന്നുള്ളേ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടാറുമല്ലോ. നാളികേരപ്പാലും നമ്മൾ കാച്ചിയെടുത്ത കുറുക്കാണ് കേട്ടോ. കാച്ചിയെടുത്ത അരിപ്പൊടിയില്ലേ അതാ. അപ്പം അതിൽ ചൂടാറി. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വെള്ളത്തിൻ്റെ അത് മുഴുവനും വേണ്ടി വരും എന്തായാലും. നന്നായി അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത്തിരി വെയിലത്ത് വേണമെങ്കിൽ വയ്ക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ പെട്ടെന്ന് കീറി കിട്ടും. ഒരു തുണി അതിൻ്റെ മുകളിലിട്ടിട്ടേ അവിടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാവും. കുറച്ച് തേങ്ങാപ്പാൽ ഇതിവിടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. എന്താണെന്ന് വിചാരിച്ചാലേ നമുക്കത് ഇതിൻ്റെ ഇതൊക്കെ അനുസരിച്ച് വറുത്ത പൊടിയായ കാരണേ അധികം വെള്ളത്തിൽ കുടിക്കും. പിന്നീട് ചിലപ്പോൾ കുടിക്കൽ കുറവാണ്. കാരണം എന്താ വിചാരിച്ചാൽ ഒഴിക്കുമ്പോൾ മാത്രം തന്നെയാണ് നന്നായി കുടിക്കുക ആൾ. പിന്നെ ഇത്തിരി കട്ടിയിൽ വേണം, അല്ലെങ്കിൽ വറുത്തപ്പൊടി ആയതുകൊണ്ട് പുളിപുളിന്നായി ഇരിക്കും വട്ടപ്പം. അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മധുരമൊക്കെ നോക്കാം. ഏലക്കാപ്പൊടി ഞാൻ ഇടണില്ല കേട്ടോ. ഏലക്കാപ്പൊടി മറ്റുള്ള ഇതൊന്നും, കാരണം അത് ഇടുമ്പോൾ ഒരു
വേറെ ഇലക്കുണ്ട് ഇവിടെ. അതിൻ്റെ ഏലക്കയുടെ ഒരു മണം ചായയിലിടും ചേട്ടാ. ചായ ഏലക്കില്ലാണ്ട് കുടിക്കാത്ത ആളാണ്. പക്ഷെ വേറെ ഇടുമ്പോഴേ ഇത്ര എനിക്ക് അങ്ങോട്ട് പിടിക്കാറില്ലേ ചിലപ്പോൾ. അപ്പം ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വെക്കണം. അതൊക്കെ നമുക്ക് വേകുമ്പോൾ മേടിച്ചു കൊണ്ടുവരാൻ പറയണ അച്ഛനോട്. ഇവിടെ ഇല്ല. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇരിക്കുക, മൂടി വയ്ക്കുക. ഇത്രയാണ് ഇതിൻ്റെ പണിയിട്ടാ. പണി കഴിഞ്ഞു. അപ്പോഴേ ഒരു 5-6 മണിക്കൂർ നേരത്തെ റെസ്റ്റിന് ശേഷം നമ്മളിത് തുറന്നപ്പോൾ ഇങ്ങനെയാണ് വന്നത് കേട്ടോ. നന്നായി പുളിച്ച പോലെയാണ് ഇരിക്കുന്നത്. ഇനി ഒന്ന് ഇളക്കി നോക്കാം നമുക്ക്. അപ്പോൾ ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി നോക്കാം. ഇത്തിരി കട്ടിയിലാണ് ഇരിക്കുന്നത്. ഇത്തിരിയും കൂടെ വെള്ളം നമുക്ക് ആവാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാലത്ത് കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായില്ലേ, അതൊന്ന് കുറച്ചൊഴിച്ച് കൊടുത്ത് ഒന്നും കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നോക്കിയാൽ ഒരെണ്ണം ഒഴിക്കട്ടെ. അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ ഇത്തിരി കൂടിയും കുറവായിരിക്കും. അപ്പം നമുക്ക് ഒഴിക്കാം. കൂടിക്കഴിഞ്ഞാൽ പിന്നെ കുറവായാലും ഇങ്ങനെ വിണ്ട് ഇങ്ങനെ വട്ടയപ്പം ചിലപ്പോൾ വിള്ളണ് കണ്ടിട്ടില്ലേ, ഇങ്ങനെ വരകൾ വരുന്ന കണ്ടിട്ടില്ലേ, അതും ഈ മാവിൽ വെള്ളം കുറയുമ്പോൾ വരുന്നതാട്ടാ. ഒരു നല്ല കിണ്ണത്തിൽ അതിൽ കൊള്ളാവുന്നൊരു കിണ്ണം, നല്ല കിണ്ണം എന്നതാട്ടോ ഉദ്ദേശിച്ചേ. 2 പൊട്ട കിണ്ണത്തിൽ വെക്കില്ലല്ലോ നമ്മൾ. അപ്പോൾ അതിൽ വെച്ച് നമുക്ക് ഇതങ്ങോട്ട് ഇത്തിരി വെളിച്ചെണ്ണ പുരട്ടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കട്ടിയുള്ള വട്ടയപ്പം വേണമെങ്കിൽ കട്ടിയിലിട്ടാക്കാം. കട്ടി കുറഞ്ഞ വട്ടയപ്പം വേണമെങ്കിൽ കട്ടി കുറച്ച് മാവ് ഒഴിക്കാം. അപ്പോൾ മൂടിക്കഴിഞ്ഞാൽ ശരിയാണ്ട് വെക്കണം. അല്ലെങ്കിൽ ഒരു വശത്തേക്ക് ഇത്തിരി വലിപ്പം വണ്ണം കനം കൂടിയും ഒരു വശത്തേക്ക് കനം കുറഞ്ഞു വരും. അപ്പോൾ ശരിയായില്ലേ? അപ്പോൾ അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടാ. അപ്പോൾ നമ്മുടെ ഈ വട്ടയപ്പം വെന്തു. അപ്പോഴേക്കും നമുക്ക് വേറൊരു പാത്രം, ഈ പാത്രത്തിൽ തന്നെ ആക്കാൻ വിചാരിച്ചിട്ടാ. അപ്പോൾ ഇതൊന്ന് നമുക്ക് എടുക്കാം. നേരിയതായിട്ട് അവിടെ ഒത്തിരി ഒന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടാ ഒരല്പം കൂടി വെള്ളം വേണമെന്ന് തോന്നുന്നു. അതിൻ്റെ ആവാം ചിലപ്പോൾ. നല്ല സൂപ്പർ ടേസ്റ്റാട്ടാ. ഞാൻ തന്നെ ഉണ്ടാക്കും, ഞാൻ തന്നെ ടേസ്റ്റാന്ന് പറയും. ഇത്ര അധികം വെളിച്ചെണ്ണ ഒഴിക്കണ്ടായിരുന്നില്ല കുപ്പിയിലേ ചേട്ടാ. നിറച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട് അച്ഛൻ. എടുത്താൽ പൊന്തില്ല. അടുത്തത് ട്ടാ. ദേ ഇത് മൊത്തം ഒഴിക്കാൻ പോവാട്ടെ. ഞാൻ തുണ്ടും കൂടി തേങ്ങാപ്പാലുണ്ട്, അതിലൊഴിക്കാം. അധികമാവോ? മതി. ചിലപ്പോൾ തുണ്ടായാലും കൂടിയാലേ. നല്ല മധുരം ഉണ്ട് കേട്ടോ.
2 എന്നാൽ ഒരെണ്ണത്തിനൊരു തൊണ്ട് അധികമാണ്. അല്ല അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ അത്രയും പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ട് എത്ര വട്ടയപ്പം ഉണ്ടാക്കി? 3 വട്ടയപ്പം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ. അപ്പം അതങ്ങോട്ട് വെച്ച് മൂടാം. വെള്ളം ഉണ്ടാണാവോ? ഉണ്ടാവും. വെള്ളം ഇല്ലെങ്കിൽ പ്രശ്നമാണേ. അതെ, 2ാമത്തെ വട്ടയപ്പോ റെഡി. അപ്പം അതിലേക്ക് നമുക്ക് ഉള്ളി, സബോള, ജംഗമ സാമഗ്രികളൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാം വെട്ടി നുറുക്കിയായിരിക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, ഉള്ളി, സബോള, പച്ചമുളക് അത് അതിൻ്റെ കേട്ടോ. ഇനി ബാക്കി വരുന്ന വസ്തുക്കളും അതിലേക്ക് അങ്ങോട്ട് കൊട്ടിക്കൊടുക്കാം. ഗരം മസാല, കുരുമുളക്, നമുക്കിതൊക്കെ പൊടിയല്ലേ, അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും. മല്ലിമുളക്, മഞ്ഞൾ, കാശ്മീരിയും കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. കളർ കിട്ടണമെങ്കിൽ അത് ചേർക്കണേ. അതൊന്നും പണ്ടൊന്നും ചേർക്കാറില്ല, ഇപ്പം അതൊക്കെ ചേർത്ത് തുടങ്ങി. ഗ്രേവി വേണ്ട കാരണം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പ്, നമ്മുടെ ഇറച്ചി, ഇറച്ചിയുടെ എല്ലാം ശരിയായി. ഞാൻ മല്ലിയില ലാസ്റ്റ് ആകുമ്പോൾ ഒന്നും ഇടാൻ വേണ്ടു. ചിക്കൻ നല്ല വെള്ളത്തോടെ കൂടെ കിടന്ന് തിളക്കിൻ്റെ കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ കുറച്ച് നേരം കൂടെ ആയി കഴിയുമ്പോൾ ചിക്കനാവും. അപ്പോൾ ചിക്കൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി മല്ലിയിലിടാം, അത് മാത്രമേ ഉള്ളൂ. ഇതിൽ ഒന്നും കൂടി കുറുതാവട്ടെ. അപ്പോഴേ ക്രിസ്മസ് കൂടൊക്കെ അതെ എല്ലാം ഇന്നലത്തെ ഇത് ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടൊന്ന് വൃത്തിയായി കുളിച്ച് കൂറവേഷത്തിലെ കുക്കിങ്ങിലല്ല നടന്നേ. അപ്പോൾ ഞാൻ ക്രിസ്മസ് കൂടൊക്കെ അതെ നല്ല ഇതിൽ തന്നെ നമ്മൾ അതേപോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് നമ്മുടെ വട്ടയപ്പം ഒന്ന് മുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഉണ്ണിക്കുട്ടന്മാരെയും എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ ദീദീൻ്റെ, ആ ദീദീനെ മാത്രം നിങ്ങൾക്ക് ഒരാളല്ല 2 ആളുണ്ട് നമ്മുടെ അതിലേക്ക്. അങ്ങനെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ്. കണ്ടിട്ടൊക്കെ ഉണ്ടാവും മാളൂൻ്റെയിലൊക്കെ. അവരെ ഞാൻ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിലേക്കൊന്ന് പോയാലോ. ഈ നേരം വരെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആഘോഷത്തിലേക്കൊന്ന് പോയാലോ. പറഞ്ഞ ഹാപ്പി. അപ്പോഴേ യാദൃശ്ചികമായിട്ടുണ്ടായ ഒരു സംഭവമാട്ടത്. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ വട്ടയപ്പൊക്കെ മുറിച്ച് ക്രിസ്മസ് ആഘോഷിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവർ ഇങ്ങനെ എന്തെന്ത് ഇത്ര നേരത്തോടെ വന്നേ? 2 ദിവസം മുന്നാണല്ലോ. മുന്നേ ഇറങ്ങിയില്ലേ? അപ്പോൾ മുഖം കാണിക്കേ എല്ലാവരെയും. ഇതാണ് കേട്ടോ നമ്മുടെ മക്കൾ. അപ്പോൾ അങ്ങനെ ഞാൻ അനിയൻകുട്ടനെയും ഉണ്ണിക്കുട്ടനെയും വിളിക്കാം. ഫുഡ് നമുക്ക് കഴിക്കണമെങ്കിൽ അവരാണല്ലോ വരാറ്. അപ്പം അങ്ങനെ വിളിച്ച് വേലചേട്ടനെയും കൂടി വിളിച്ചപ്പോഴാണ് വായു എല്ലാവരും എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ജ്യോതിയമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേട്ടാ. ഇതെൻ്റെ സന്ധ്യമോളുടെ അമ്മയാണ്. തൃശ്ശൂർ കുരിയച്ചിറയിലാണ് വീട്. ഇതേപ്പം എൻ്റെ ഉണ്ണിയും വന്നിട്ടുണ്ട്, അവനും വന്നിട്ടുണ്ട്. അച്ചമ്മയും മോനും കൂടിയിട്ട് ഇന്ന് സന്ധ്യമോളുടെ അടുത്തേക്ക് വന്നതാ. അപ്പോൾ എല്ലാവരും ഒന്ന് അയൽവക്ക സന്ദർശനത്തിനായി വന്നു. അപ്പം നമ്മൾ ഈ നമ്മുടെ നിങ്ങൾക്കറിയാലോ ഞാനിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ക്രിസ്മസ് ആഘോഷിക്കുക അല്ലേ ജ്യോതിയമ്മ? അല്ല അങ്ങനെ ഞങ്ങൾ ഒരേ കുടുംബം പോലെ അതിനൊക്കെ അപ്പുറത്താണ് അത്. അപ്പോൾ നല്ല ബന്ധം പറയണമെന്ന് അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ അയൽവക്കം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ജ്യോതിയമ്മ പറഞ്ഞത് ശരിയാണ്. അയൽവക്കല്ല, നമ്മൾ ഒരേപോലെയാണ്, ബന്ധം വെച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാനത്. അപ്പോൾ നമുക്ക്
എന്തായാലും ഈ വട്ടയപ്പം മുറിച്ചിട്ട് നമുക്ക് നമ്മുടെ ക്രിസ്മസ് ആഘോഷിക്കാം. എല്ലാവരും കേക്ക് മുറിച്ചിട്ടാണ്, പക്ഷെ നമ്മൾ ഇന്ന് വട്ടയപ്പം മുറിച്ചിട്ടാണ് ക്രിസ്മസ് ആഘോഷിക്കും. അപ്പോൾ എല്ലാവരും പറയും ഹാപ്പി ക്രിസ്മസ്. അപ്പം എല്ലാവരും എടുത്ത് വെച്ച് കൊടുത്തോണ്ണി ഉള്ളതുകൊണ്ട് എല്ലാവരും. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി, വട്ടയപ്പം, ഗ്ലാസ്സിലേക്ക് ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നേ, പൊറോട്ട. അപ്പോൾ ജ്യോതിയമ്മേ എങ്ങനെയുണ്ടായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ? അടിപൊളി. പ്രതീക്ഷിക്കാത്ത ഒരു ക്രിസ്മസ് കൂടുതലായിരുന്നു എന്റെയും എന്റെ കുഞ്ഞുമോന്റെയും. ഇഷ്ടപ്പെട്ടു. എല്ലാ ഫുഡ് നന്നായിരുന്നു, ഇവിടെ എല്ലാ കാര്യങ്ങളും നന്നായിരുന്നു കേട്ടോ. ഒരു സന്തോഷല്ലേ ജ്യോതിയമ്മ? സന്തോഷം, ഇതാണ് സന്തോഷം, അല്ലാണ്ട് മൊബൈലല്ല സന്തോഷം. മൊബൈൽ അങ്ങനെ കുറ്റം പറയാൻ പാടില്ല, അതുകൊണ്ട് ഉപകാരങ്ങളും ഉണ്ട് കുറെ ഉണ്ട്. പക്ഷെ ഇന്നത്തെ തലമുറകൾക്ക് ഇത് കണ്ടുപഠിക്കാവുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കുട്ടികള് അച്ഛനാരാ അമ്മ ആരാ അല്ലെങ്കിൽ മറ്റുള്ളവർ ബന്ധുക്കൾ ആരാന്ന് അറിയാത്ത ഈ ലോകത്തിൽ ഇങ്ങനെ ഓരോ വീടുകളിൽ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വെക്കുമ്പോൾ നല്ലൊരു കാര്യമാണ്. ഒരു കൂട്ടായ്മയാണ് അത്. അവിടെ സ്നേഹം എന്താന്ന് തെളിയിക്കുന്ന ഒരു എന്താ പറയണ്ട സന്ദർഭം. അതെ, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇനി എൻ്റെ ഉണ്ണീരെ വക ഒരു പാട്ടുണ്ട്. അപ്പൊ അന്നത്തെ ഒരു പാട്ടില് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അന്നത്തെ പാട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഇടയ്ക്കിടയ്ക്ക് ചിറ്റയുടെ ചാനലിലും ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണീനെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചോളൂ എന്ന്. അപ്പോൾ വീണ്ടും ഇന്നൊരു പാട്ട് എൻ്റെ ഉണ്ണി പാടുകയാണ്. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലകൻ ദേവനാദം കേട്ടു ആമോദര. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലകൻ ദേവനാദം കേട്ടു ആമോദരായി. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരകരാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ കൈയടിക്കാൻ മറന്നുപോയതാട്ടോ പാട്ട് കേട്ട് നിന്നിട്ട് ഞാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ അമ്മയുടെ വീഡിയോ. ഈ ക്രിസ്മസിൻ്റെ ഈ കൊല്ലത്തെ 2024 ക്രിസ്മസ് എങ്ങനെ അമ്മ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ ക്രിസ്മസും നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുക. ഇത് മുന്നേ വരും കേട്ടോ വീഡിയോ. അപ്പോൾ ഒറ്റ വീഡിയോകളും അമ്മയുടെ മുന്നേ വരാറില്ല, ഈ വീഡിയോ മുന്നേ വരും. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് നല്ല സന്തോഷകരമായ ക്രിസ്മസും ഹാപ്പി ന്യൂ ഇയറും എല്ലാം ആഘോഷിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നത് വരേക്കും ടാറ്റാ ബൈ.